ഗ്രാമവിഷൻ ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന ഈ പ്രോഗ്രാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 6-ാം വാർഡിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6-ാം വാർഡിലെ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ചേരുകയാണ്. ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു വാർത്തയാണ് പുറത്തേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. സുമനസ്സുകളുടെ വലിയൊരു കൈത്താങ്ങൽ, വലിയൊരു കൂടിച്ചേരൽ, വലിയൊരു സഹായത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അധ്യായം തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇത്തിരി നേരം ഒത്തിരി കാര്യം സ്വാഭാവികമായിട്ടും ഇതുവരെയും രസകരമായ സംഭവങ്ങളൊക്കെയാണ് പ്രേക്ഷകരുടെ സ്വീകരണമുറിയിലേക്ക് എത്തിച്ചെങ്കിൽ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു വാർത്ത എത്തിക്കുമ്പോൾ അർഹമായൊരു പ്രാധാന്യം പ്രേക്ഷകർ നൽകുമെന്ന ഒരു വലിയൊരു ഉറപ്പ് ഞങ്ങൾക്ക് തരണം. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ചേട്ടാ പേര് സുബേഷ്, ചേച്ചി പേര് അഞ്ജലി. ഇവർക്ക് ഒരു മകളുണ്ട്. ആ മകൾക്ക് 9.5 മാസമേ ആയിട്ടുള്ളൂ. ജനിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതലാണ് ഈ കണ്ണിന് മഞ്ഞ കളറ് അതൊക്കെ ചികിത്സിച്ച് പതുക്കെ ഭേദമായി തുടങ്ങിയിരുന്നു. പിന്നെ കുട്ടി കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അവിടെ നിന്നാണ് ഇതിൻ്റെ ചികിത്സകൾ ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖകരമായൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കുടുംബം. പ്രത്യേകിച്ച് അന്നേക്കുള്ള ഇതിനുള്ള നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് മാത്രം ഓടി നടക്കുന്ന ഒരു ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പോണ്ടിച്ചേരിയിലായിരുന്നു. അവിടുന്ന് ജോലിയെല്ലാം ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വീട് പോലും വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. മനക്കുടി ഭാഗത്തായിരുന്നു ആദ്യം ഇവർ താമസിച്ചത്. ഇപ്പോൾ ഇവിടെ നിന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്. നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് അവർ തന്നെ പറയട്ടെ. ചേച്ചി, എന്താണ് നിലവിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ, അതായത് 9.5 മാസമായല്ലോ, ജനിച്ചപ്പോൾ മുതൽ ഇപ്പോഴുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അവൾക്കാൻ ചേരാ ഭയങ്കര ചൊറിച്ചിലാണ്. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അതേപോലെ ചൊറിച്ചിന് ഇവിടെയൊക്കെ പൊട്ടി. ഡോക്ടർമാരെന്താണ് പറഞ്ഞത്? ലിവർ ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത്. ലിവറിന് ഇതുവരെയായിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മാറ്റി വയ്ക്കണ വേണം. അപ്പോൾ മോൾക്ക് കാൽസ്യം, വൈറ്റമിൻ അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലിവർ മാറ്റി വെച്ചാൽ മോളെ ലിവറിൻ്റെ ഓക്കെ ആവും. പക്ഷെ ചെറുതായിട്ട് കിഡ്നിയിലേക്കും ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ ലിവർ മാറ്റിവെച്ച് വേഗം ചികിത്സ തുടങ്ങണം. അല്ലെ കുട്ടി ഇതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചത്. 9.5 മാസമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ ലിവർ മാറ്റി വെക്കേണ്ട അടിയന്തരമായൊരു ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഈ കുടുംബം എത്തിയിരിക്കുകയാണ്. അതിനുള്ളൊരു ഭാരിച്ചമായൊരു ചിലവ് വഹിക്കാനൊന്നും ഇപ്പോൾ ഇവർക്കൊരു നിവൃത്തിയുമില്ല. വലിയ ജീവിതം തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു ഭാരം പിടിച്ചൊരവസ്ഥയാണ്. നമുക്ക് കൂടുതലായിട്ട് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് കുട്ടി ജനിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അങ്ങനെ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഇവർ ജനറ്റിക്സിന് ഒരു ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. അത് ചെയ്തതിന് കുട്ടിക്ക് ജന്മന ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് കുട്ടി ജനിക്കുന്ന മുമ്പ് ഉണ്ടായ പ്രോബ്ലമാണ് ഈ ലിവർ പ്രോബ്ലം. അത് 1,000-2 കുട്ടികൾക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഇത് മാറ്റി വെച്ചാലും ജീവിതകാലം മുഴുവനും എൻ്റെ മോൾക്ക് മരുന്ന് തന്നെ, ട്രീറ്റ്മെൻറ്റും എല്ലാം വേണം. മാറ്റി വെച്ചാലും നിലവിൽ ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം എന്താണ്? ഡോക്ടർ എന്താണ് പറഞ്ഞത്? അടിയന്തരമായിട്ട് മോളെ മറ്റേ ലിവർ മാറ്റി വയ്ക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എത്ര രൂപ വരും എന്നൊക്കെയാണ് ഏകദേശം പറഞ്ഞത്? ഏകദേശം ഒരു 30 ലക്ഷത്തോളം വേണ്ടി വരും. ഇത് ഞങ്ങൾ 2 പേരെ ആരെങ്കിലും ഒരാളാക്കിയാൽ ഉള്ള ചിലവാണ് ഈ 30 ലക്ഷത്തോളം. അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തണം. മറ്റൊരാളെ കണ്ടുപിടിച്ചാൽ നിങ്ങളിൽ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടോ? ഒന്നും നടത്തിയിട്ടില്ല. അതിന് 2 ലക്ഷത്തോളം വരെ വേണ്ടി വരുന്ന പൈസ അതിന് പോലും ഇല്ല. തീർച്ചയായിട്ടും നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. അരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത്. കാരണം ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ കുഞ്ഞിനെ നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ ആ കുഞ്ഞിനെ തിരിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ ലിവർ മാറ്റിവെക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരിലൊരാൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ അതിന് പ്രായോഗിക ആദ്യഘട്ടത്തിൽ നടത്തുന്ന ടെസ്റ്റുകൾക്ക് പോലും ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപയോടെ ചിലവ് മുടക്കിയ ടെസ്റ്റുകൾ നടത്താൻ പോലും ഈ കുടുംബത്തിന് സാധിക്കുന്നില്ല. എത്രയും വേഗം ഇവരുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാലാവധി തന്നെ തീർന്നു പോകാൻ തുടങ്ങി. അതായത് ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നും മരുന്നിൻ്റെ ഇതിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു കാര്യം പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു കൈത്താങ്ങൽ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്?
പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലത്തെ അസുഖം ഒരു കുട്ടിക്കും വരാൻ പാടില്ല, അതാണ് മറ്റു. പിന്നെ മോൾക്ക് ഇത് വന്നു പോയി. തീർച്ചയായിട്ടും ഈ ഒരു നിസ്സഹായമായ അവസ്ഥയിൽ ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കാം. നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം വരുമ്പോൾ നല്ല മനസ്സുകളുടെ ചേർത്ത് പിടിക്കൽ തന്നെയാണ് സഹായമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ. ഈ ഒരു വീട്ടിൽ ഞങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത പുറത്തേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് തന്നെയാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇതിന് നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെയുള്ള പ്രവർത്തകർ എല്ലാം തന്നെ ഇതിനൊരു സഹായവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് ആവുന്ന രീതിയിലൊക്കെ ഇവരുമായിട്ട് കൈകോർത്ത് പിടിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾ ഇവരുടെ നമ്പർ ഇതിൻ്റെ സ്ക്രീനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ചെറിയൊരു കൈത്താങ്ങൽ ഇത്തരം കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഈ ഒരു കുട്ടിക്ക് ചെയ്യണം. അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൻ്റെ മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിദാസ് ബാബു, 6-ാം വാർഡ് മെമ്പറാണ്. നമ്മുടെ 6-ാം വാർഡിൽ കിഴക്കേ പരക്കാട് ദേശത്ത്, അവിടെ 6-ാം വാർഡിൽ പെട്ട സ്ഥലമാണ്. അവിടെ പെരിങ്ങായി വീട്ടിൽ സുമേഷ് കുമാർ, അഞ്ജലി, അവരുടെ ഒരു കുട്ടി, 9 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടി, 9 മാസം പ്രായമായിട്ടുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ലിവർ സംബന്ധമായിട്ടുള്ള സ്ഥിരം പ്രശ്നങ്ങളായിട്ട് അതിനെ തിരുവനന്തപുരത്ത് കോളേജിൽ കാണിക്കുകയും അവിടെ 5 മാസത്തോളം 6 മാസത്തോളം ചികിത്സയിൽ വരികയും അതിന് ശേഷം കുട്ടിക്ക് ലിവർ മാറ്റിവെക്കണം, അത് അല്ലാതെ ജീവിതം മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരികയും അത് ആസ്റ്റർ മെഡിസിറ്റി എറണാകുളത്തേക്ക് റെഫർ ചെയ്യുന്നുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്നെ മെമ്പർ എന്നെ സമീപിക്കുകയും ഞാനത് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ദീപക് മാനോ സാറായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം അതെല്ലാം പരിശോധിച്ചപ്പോൾ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം എന്നുള്ള നിഗമനത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റിനടക്കമുള്ള നമ്മുടെ ആൾക്കാരെ അറിയിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ സംഘടനകളെയും മറ്റുള്ളതിലും അറിയിക്കുകയും അവരെല്ലാം കൂടി ഒരു പൊതുയോഗം വിളിക്കുകയും അതിനുശേഷം ഈ കുട്ടിക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ചികിത്സാ സഹായനിധി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം അതിന് ആ കുട്ടിക്ക് വേണ്ട മറ്റ് MLA തലത്തിലും MP തലത്തിലും കിട്ടാവുന്ന ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ആ ഫണ്ടുകളും അവർക്ക് മേടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനമ്മയുടെയും ഏകദേശം ലിവർ ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം. പക്ഷെ അത് വെച്ചുകൊണ്ട് അവരുടെ മറ്റ് വർദ്ധ നടപടിയിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് നമുക്ക് 2 ലക്ഷം രൂപയോളം അതിന് വേണ്ടി ചിലവ് വരും. 30 ലക്ഷത്തോളം രൂപ തുടർന്ന് അതിൻ്റെ റീപ്ലാന്റേഷന് വേണ്ടി വരും. അപ്പോൾ വലിയൊരു ബൃഹത്തായ സംഖ്യ വേണം. ഇവരെ സംബന്ധിച്ച് വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ഈ കുട്ടിയുടെ അച്ചാച്ചൻ അമ്മാമ്മ അവരെയാണ് താമസിക്കുന്നത് ഇവിടെ പരക്കാട്. അമ്മയ്ക്ക് ക്യാൻസറാണ്. 4 പെൺകുട്ടികളാണ്. അതിൽ 3ാമത്തെ പെൺകുട്ടിയുടെ കുട്ടിയാണ് ഈ പറഞ്ഞ അൻവിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ സഹായങ്ങളും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കുട്ടിയുടെ ജീവൻ നമുക്ക് നിലനിർത്താൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെല്ലാം ആവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.